നീതിയും ന്യായവും സമഭാവനയും ശ്വസിച്ച മലയാള മണ്ണിൽ പ്രഹ്ലാദ പൗത്രനായി പിറന്ന് അതിശ്രേഷ്ഠനായ അസുരരാജാവെന്ന് ത്രിലോകങ്ങളും വാഴ്ത്തിയ അജയ്യനും അമരനുമായ പ്രജാസേവകൻ ഞാൻ ബലി, മഹാബലി. വിന്ധ്യ സത്പുര വരെ നീണ്ടുകിടന്ന എന്റെ സാമ്രാജ്യത്തിൽ സമ്പത്തും സന്തോഷവും കുമിഞ്ഞുകൂടി. വാഗ്വാദങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും പകരം വേദപാരായണങ്ങളും വാദ്യഘോഷങ്ങളും രാജ്യത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി. സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായ എന്റെ നാട്, എന്റെ കേരളം. ദാനം, ധൈര്യം, ധർമ്മം എല്ലാം ഒരു ദൈത്യരാജനെ പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ എത്തിച്ചത് കണ്ട് ദേവന്മാരുടെ ഹൃദയം അസൂയ കൊണ്ട് പൊള്ളി. നിവർത്തിയില്ലാതെ ദേവഗണങ്ങൾ വിഷ്ണുവിന്റെ വാതിലിൽ തട്ടിയപ്പോൾ വാമനന്റെ ചുവട് ആകാശവും ഭൂമിയും വിഴുങ്ങി. ഹേ ബാലക, തന്റെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാൻ നീ ദാനം ചോദിച്ചത് 3 അടി മണ്ണ്. എന്നാൽ ആദ്യ 2 അടിയിൽ തന്നെ നീ ആകാശവും ഭൂമിയും അളന്നെടുത്തു. ഇനി നൽകാൻ നമ്മുടെ ശിരസ് മാത്രമേ ബാക്കിയുള്ളൂ. അതും നാം സന്തോഷത്തോടെ അങ്ങയുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അല്ലയോ മഹാനുഭാവ, നിന്റെ നന്മയും സഹിഷ്ണുതയും ചിന്താശുദ്ധിയും വിസ്മയകരമാണ്. 3-ാമത്തെ അടി അളക്കുന്നതിന് മുൻപ് നിനക്കൊരു വരം ആവശ്യപ്പെടാം. അതെന്ത് തന്നെ ആയാലും നൽകാൻ നാം ബാധ്യസ്ഥനാണ്. ഞാൻ പിറന്ന മണ്ണ്, ഞാൻ നയിച്ച നാട്, ഞാൻ പോരാടിയ മണ്ണ്, ഇവിടേക്ക് എല്ലാ വർഷവും ഇതേ ദിവസം എനിക്ക് തിരിച്ചു വരണം. എന്റെ സ്വന്തം ജനങ്ങളെ കാണണം. അവരോടൊപ്പം ഒരു നാൾ മുഴുവൻ ചെലവിടണം. അതിനങ്ങ് എന്നെ അനുഗ്രഹിക്കണം. തഥാസ്തു. കഥ ഇന്നും തുടരുകയാണ്. ചിങ്ങമാസം